നമസ്കാരം, എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കാലാവസ്ഥ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ കേരളം കടന്നു പോകുന്നത് ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ കൂടിയാണ്. ചില സമയത്ത് ചൂട്, ചില സമയത്ത് മഴ, ചില സമയത്ത് വേനൽ മഴ, ചില സമയത്ത് മഞ്ഞ്. അപ്പോ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവൻ ആപത്താകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ സൂര്യാഘാതമേറ്റ് ആൾക്കാർ മരിക്കുന്ന സാഹചര്യമുണ്ട്, മഴയത്ത് മരിക്കുന്നവരുണ്ട്. മാത്രമല്ല ഈ പ്രതിഭാസങ്ങളായ മിന്നലേറ്റ്, മിന്നലേറ്റ് മരിക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അധികൃതർ നമുക്ക് നൽകുന്നുണ്ട്. പലപ്പോഴും ഇത് പാലിക്കാതെ വരുമ്പോൾ അത് വലിയ അപകടമാണ് വിളിച്ചു വരുത്തുന്നത്. അപ്പോ അല്ലെ, ഇപ്പൊ ഈ മിന്നലേറ്റ് മരിക്കുന്നവരുടെ എണ്ണം ഇപ്പൊ കൂടുകയാണ്. ഇപ്പോ വേനൽ മഴ ഇനി വരാനിരിക്കുകയാണ്. അപ്പോൾ വേനൽ മഴ ശരിക്കും നമുക്കറിയാം, നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു കാലാവസ്ഥ വെച്ചാണെങ്കിൽ വേനൽ മഴ തകർത്ത് പെയ്യും. അപ്പോൾ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകും. അപ്പോ ഈ ആ ഒരു മിന്നലേറ്റ് മരിക്കുക അല്ലെങ്കിൽ മിന്നലേൽക്കുക, ആ ഒരു അപകടമൊക്കെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അല്ലെ. ഇപ്പോഴെന്നല്ല, കുറച്ച് നാളുകളെ, അത് കുറച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്, ഞാൻ ഇപ്പോഴെന്ന് ഉദ്ദേശിച്ചത് ഈ വർഷത്തെ കുറച്ച് മാസങ്ങളായിട്ട് ഈ ഇടിമിന്നലേൽക്കുന്നവരുടെ സംഖ്യ ഉയർന്നു വരികയാണ്. ഇപ്പൊ തന്നെ ഈ ശനിയാഴ്ച കിച്ചാൻപാറയില് 11 സ്ത്രീകൾക്കാണ് തൊഴിലുറപ്പ് ജോലിക്കിടെ ഇടിമിന്നലേറ്റത്. ഏകദേശം വൈകുന്നേരം ഒരു 3 മണിയോടൊക്കെയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. അപ്പോ ആ സംഭവം നടന്നതിൽ അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് ഒരു തീഗോളം വീണ് സ്തംഭിച്ചു പോയി എന്നാണ് അവർ പറയുന്നത്. 2 മണി മുതൽ തന്നെ ഈ മഴയുടെ സാധ്യതയൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. 3 മണിയായപ്പോ ഈ ഒരു മഴയൊക്കെ ചാറി തുടങ്ങി. ഇതോടെ ഈ പണിസ്ഥലത്തൊക്കെ ഉണ്ടായിരുന്ന ഈ പണിസ്ഥലത്ത് ഉണ്ടായിരുന്നവരൊക്കെ ചെറിയ ഷട്ടറുകളിലേക്കൊക്കെ മാറുകയാണ്. അപ്പൊ ഇവിടേക്ക് തൊഴിലാളികളൊക്കെ എത്തി തുടങ്ങി. അതായത് ഏകദേശം ഒരു 11ഓളം പേര് അവിടെ ഉണ്ടായിരുന്നു. ക്ഷമിക്കണം, 32ഓളം പേരാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവരെല്ലാവരും കൂടി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഇടിമിന്നൽ പെട്ടെന്നുണ്ടാവുകയും പെട്ടെന്ന് തന്നെ ഈ ഷെഡിന്റെ മുൻപിലേക്ക് വലിയൊരു തീകോളം വന്ന് വീണു എന്നാണ് അവർ പറയുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാവരും ഒന്ന് സ്തംഭിച്ചു പോയൊരവസ്ഥ. പെട്ടെന്ന് തന്നെ 2 പേർക്ക് ബോധം നഷ്ടപ്പെടുന്നു, പലരുടെ ശരീരത്തിലും പൊള്ളലേൽക്കുന്നു. ഈ മിന്നലിന്റെ ആഘാതമൊക്കെ കൊണ്ട് ഹൃദയ സംബന്ധമായിട്ട് 2 ആളുകൾക്ക് കുഴപ്പമുണ്ടായി. ഇവരൊക്കെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മാത്രമല്ല, ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് തന്നെ സഹോദരങ്ങൾക്കും ഇതുപോലെ പാലക്കാട്ടുമലയിലെ ഇടിമിന്നലേറ്റ സഹോദരങ്ങളായ വിദ്യാർത്ഥികൾക്കൊക്കെ പരിക്കേറ്റിരുന്നു. ഈ വേനൽ മഴയിലെ മിന്നലിന്റെ ഒരു ആഘാതം എന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ള ഒരു ആഘാതമാണ്. നമ്മള് ചിലർക്കൊക്കെ ഇടിമിന്നൽ ഉണ്ടാകുന്നു എന്നുള്ള മുന്നറിയിപ്പ് നമ്മള് വാർത്തയിലൂടെ കൊടുക്കുമ്പോൾ അത് ഒരു പരിഹാസമാണ്. നമ്മളത് ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തിനാണ് ഇങ്ങനെ നീട്ടി വലിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുന്നറിയിപ്പാണ്. ഇപ്പോഴും അത് കൈകാര്യം ചെയ്യാൻ അറിയാത്ത കുറെ പേരുണ്ട്. അത് വിദ്യാർത്ഥികളായിക്കോട്ടെ, പ്രായമുള്ളവരായിക്കോട്ടെ, യുവതീവാക്കളായിക്കോട്ടെ, ആരായിരുന്നാലും ഇടിമിന്നലുള്ള സമയത്ത് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങരുത് എന്ന് തന്നെയാണ് അതിന് അർത്ഥമുള്ളത്. അത് മാത്രമല്ല, ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ഉടനെ നമ്മൾ സൂക്ഷിക്കേണ്ട, നമ്മൾ എടുക്കേണ്ട കുറെ മുൻകരുതലുകൾ ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം, അറിഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും വേണമെന്ന അപകടങ്ങളെ ഒഴിവാക്കാം. അതെ, ഈ പല ഇടിമിന്നൽ ആഘാതം എന്ന് പറയുന്നത് തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവരാണ്. ഹൃദയത്തിന് വരെ ആഘാതം ഏൽപ്പിക്കുന്ന തരത്തിലുള്ള ഇടിമിന്നലുകളൊക്കെയാണ് ഉണ്ടാകുന്നത്. പൊള്ളലേക്കാം. പിന്നെ ഈ ഒരു സമയത്ത് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അയാളെ തൊടാമോ എന്നൊക്കെയുള്ള പല സംശയങ്ങളുണ്ട്. ആ സമയത്ത് മിന്നലിന്റെ ആഘാതം അയാളെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ടെങ്കിലും അയാൾക്ക് അവിടെ ഒരു എർത്ത് എന്തായിരുന്നാലും ആ സമയത്ത് ഉണ്ടാവില്ല. ചില സെക്കൻഡുകൾ മാത്രമേ അവരെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ മുൻപിലുള്ളൂ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഇടിമിന്നൽ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, ആർക്കെങ്കിലും ഇടിമിന്നൽ ഏറ്റാൽ തന്നെ ഒരു കുറച്ച് സമയം അത് അവരെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സമയമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊരു വിലയേറിയ സമയം തന്നെയാണ്. അതിനുള്ളിൽ വേണ്ട ക്രമീകരണങ്ങൾക്ക് നമ്മൾ എടുത്താൽ തീർച്ചയായിട്ടും അവരെ രക്ഷിക്കാൻ സാധിക്കും. ഈ ഇടിമിന്നൽ ശരിക്കും അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും അതുപോലെ മൃഗങ്ങളുടെയും ജീവനും നമ്മുടെ വൈദ്യുത ഉപകരണങ്ങളും. എന്റെ വീട്ടിൽ തന്നെ ഇടിമിന്നലില് എന്റെ TV, അത് ഒരുപാട് വർഷമായി TV ആണ്, ഒരുപാട് പ്രാവശ്യം അടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഈ ഗൃഹോപകരണം, നമ്മൾ ഈ മാനത്ത് നമുക്കറിയാലോ, ഒരു മഴ വരുന്നു, മിന്നൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ നമ്മൾ വൈദ്യുത ബന്ധങ്ങളും പെട്ടെന്ന് തന്നെ വിച്ഛേദിക്കാൻ നോക്കണം. അതുപോലെ മാത്രമല്ല, എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ ഉടനെ തന്നെ ഈ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ്, മഴയുടെ ലക്ഷണം കണ്ടോണ്ട് ഉടനെ വെളിയിലോട്ട് ഇറങ്ങി ഓട്ടോ, തുണി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോ ഉണ്ട്. അപ്പോ തീർച്ചയായിട്ടും അതൊരു ഇടിമിന്നലുള്ള സമയം, മഴ മാത്രമാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, പക്ഷെ ഇടിമിന്നലുള്ള സമയത്താണെങ്കിൽ
തീർച്ചയായിട്ടും ആ പുറത്തേക്ക് ഓടുന്ന അല്ല, ഇരുണ്ടും കൂടി ഒരു അന്തരീക്ഷമാണെങ്കിൽ പോലും ആ സമയത്ത് ഈ ഒരു ഇടിയും മിന്നലും ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. പക്ഷെ കൃത്യം ആ സമയത്ത് തന്നെ എല്ലാവരും തുണി എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഓടും എന്നുള്ളതാണ്. അത് സ്വാഭാവികമാണ്. പക്ഷെ ഇടിമിന്നലുള്ള സമയത്ത് അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. തുറസായ സ്ഥലങ്ങളിൽ ഒട്ടും നിൽക്കരുത്. പ്രത്യേകിച്ച് ടെറസ് അതുപോലെ തന്നെ അങ്ങനത്തെ ഇടങ്ങളിലൊന്നും നിൽക്കരുത്. അത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയുള്ളൂ. പിന്നെ ജനലും വാതിലും വീട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും ജനലും വാതിലും ഒക്കെ അടച്ചിടുക. മഴ പെയ്യുമ്പോ എല്ലാവരും ഒന്ന് മഴ ആസ്വദിക്കാനായിട്ട് വാതിലും ജനലൊക്കെ ഒന്ന് തുറന്നിടും. പക്ഷെ ഇടിമിന്നലുള്ള സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പണ്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ വേനൽ മഴ സമയമാണ് കേട്ടോ, ഭയങ്കര ഇടിയും മിന്നലും മഴയും. അപ്പൊ ഞങ്ങൾ വീട് തുറന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോ ഇവിടെ ഡോറെങ്കിൽ എന്റെ ഷോക്കേസിൽ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിന്റെ അവിടെ ഒന്ന് മിന്നൽ വന്നിട്ട് അവിടെ തീ കത്തി. അതായത് അത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും അകത്ത് മിന്നൽ വന്ന് ആ അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാക്കിയിട്ട് പോയി. അപ്പോ അത്രയും വീടിന്റെ അകത്ത് വരെ മിന്നൽ വന്ന് നമ്മുടെ വൈദ്യുത ബന്ധങ്ങളിൽ ഒരു കണക്ഷൻ, ഒരു സ്പാർക്ക് ഉണ്ടാകുന്ന സംഭവങ്ങൾ പലരും അനുഭവിച്ചിട്ടുണ്ടാകും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ജനലും വാതിലും ഒക്കെ അടച്ചിടുക. വാതിലും ജനലിനും അടുത്തൊന്നും പോയി നിൽക്കരുത്. പിന്നെ കെട്ടിടത്തിനകത്ത്, അതായത് നിങ്ങൾ എവിടെ ആയിരിക്കുന്നു, വീടിന്റെ അകത്താണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക. പരമാവധി ഈ ഭിത്തിയിലോ തറയിലോ ഒന്നും തറയിൽ സ്പർശിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ സ്പർശിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ എന്തായിരുന്നാലും ഒരു കസേര കാണും. ആ കസേരയിൽ ഇരിക്കാനാണ് പറഞ്ഞത്. ചിലരൊക്കെ ഇത് ട്രോൾ ആക്കിയിട്ടൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, തറയിൽ എങ്ങനെ സ്പർശിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. കസേരയിൽ ഇരിക്കാനാണ് പറയുന്നത്. നല്ല ഉദ്ദേശത്തോടെ പറയുന്നത്, നല്ല ഉദ്ദേശത്തോടെ മാത്രം എടുക്കുക. കാരണം ഈ തറയിലൊക്കെ പെട്ടെന്ന് മിന്നൽ കടന്നു പോകും. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അറിവുള്ളവർ തറയിലൊന്നും സ്പർശിക്കാതിരിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഈ അതായത് നനഞ്ഞു കിടക്കുന്ന ഒരു മണ്ണൊക്കെ ആണെങ്കിലും ഈ ചിലപ്പോ വലിയ വലിയ ബോക്സുകളൊക്കെ അടുത്ത് സ്ഥാപിച്ചിട്ടുള്ള ഏരിയയിൽ കാണും. ഈ മിന്നൽ പെട്ടെന്ന് അടിക്കുമ്പോ ഒരു എർത്ത് നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ കടന്ന് ഇറങ്ങിപ്പോവും. അത് ആ ഒരു മിന്നലിന്റെ എർത്ത് അടിച്ചിട്ടുള്ളവർക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം പെട്ടെന്ന് നമ്മുടെ ഉയിര് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ഫീൽ ആയിരിക്കും അതിന്. പിന്നെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. അതിപ്പോ ഓരോന്നായിട്ട് ഇങ്ങനെ ഊരിപ്പെറുക്കിയത്, ഇപ്പൊ ഫ്രിഡ്ജ് ഉണ്ടാകും, ഫ്രിഡ്ജിന്റെ ദൂര, ടിവിയുടെ ദൂര, കേബിൾ ഊര, അങ്ങനെ വേണമെന്നില്ല. മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ആക്കി ഇട്ടാൽ മതി അല്ലേ, രാത്രി അല്ലെങ്കിൽ അല്ലെ, മതി. പിന്നെ ഈ വൈദ്യുത ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഈ ഇടിമിന്നലുള്ള സമയത്ത് മാക്സിമം ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കണം. അത് വലിയ അപകടമാണ് ഈ വൈദ്യുതി ബന്ധമൊക്കെ ഈ ഇടിമിന്നലുള്ള സമയത്ത് ഉണ്ടാകുന്നത്. പിന്നെ ഇടിമിന്നലുള്ള സമയത്ത് മൊബൈൽ ഫോണ്, ഇടയ്ക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പൊന്മുടിയിൽ ഒരു പയ്യൻ ഇതുപോലെ മൊബൈൽ ഉപയോഗിച്ചിരുന്നപ്പോ മിന്നലേറ്റു. ഈ മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് നമുക്ക് അധികൃതർ നൽകുന്ന മൊബൈൽ ഉപയോഗിക്കുന്നത് അപകടകരം തന്നെയാണ്. കാരണം ഈ ഒരു സംഭവത്തില് ആ പയ്യൻ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോ എന്തോ ആണ്. ലാൻഡ് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, പക്ഷെ മൊബൈൽ ഫോൺ കൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്നാണ് ഇതുവരെ നമ്മുടെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുമ്പോൾ പോലും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് കൃത്യമായി അറിയില്ല, അതിനെ കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പക്ഷെ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക അതിനെ നല്ലത്. മാക്സിമം ഉപയോഗിക്കാതിരിക്കുക, ഇലക്ട്രോണിക് ഐറ്റം അല്ലേ, അപ്പൊ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ അത് മാത്രമല്ല, ഈ അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തീർച്ചയായിട്ടും, അതായത് ഈ ടെറസിലും തുറസായ സ്ഥലങ്ങളിലൊക്കെ ഈ കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവിടെയുള്ള കളികളൊക്കെ ഒഴിവാക്കണം ഈ ഒരു സമയത്ത്. കാരണം ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഈ സമയത്തൊക്കെ ആയിരിക്കും ടെറസിലും മറ്റും. ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പൊതുവായിട്ടുള്ള ഏരിയകളിലൊക്കെ കുട്ടികൾ നിന്ന് കളിക്കും. ഈ സമയത്ത് മഴ ഉണ്ടെങ്കിൽ, അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെയൊക്കെ വീടിനകത്ത് കയറ്റുക. ഏത് നിമിഷം വേണമെങ്കിലും ഒരു ആപത്ത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ വേനൽക്കാലത്തെ ആ ഒരു അന്തരീക്ഷമാണ് ഒട്ടും സുഖകരമല്ലാത്ത ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എത്രയും വേഗം തന്നെ വീട്ടിലോട്ടൊക്കെ കയറ്റുക. പിന്നെ അത് മാത്രമല്ല, ഈ വൃക്ഷങ്ങളുടെയൊക്കെ ചുവട്ടിൽ പോയി മഴ വരുന്ന സമയത്ത് നേരെ പോയി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഷെഡോ മരമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരെ അങ്ങോട്ടേക്ക് ഓടിപ്പോയി നിൽക്കും. തീർച്ചയായിട്ടും ഈ മിന്നലുള്ള സമയത്തൊന്നും അവിടെ നിൽക്കാൻ പാടില്ല. ഈ മിന്നൽ ഉണ്ടാകുമ്പോൾ ആദ്യമേ അത് അവിടേക്ക് എത്താനാണ് ചാൻസ് കൂടുതൽ. പിന്നെ വാഹനങ്ങളൊന്നും തന്നെ ഈ മരച്ചുവട്ടിൽ കൊണ്ട് പാർക്ക് ചെയ്യരുത്. വാഹനത്തിനകത്ത് തന്നെ തുടരുക. വല്ല വണ്ടിക്കകത്തോണ്ട് നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ ആ സമയത്ത് അതിനകത്ത് തന്നെ സുരക്ഷിതരായിട്ട് ഇരിക്കാൻ നോക്കുക. ഈ കൈയും കാലും ഒക്കെ വാഹനത്തിന് പുറത്തൊന്നും ഇടരുത്. പിന്നെ ലോഹഭാഗങ്ങളിലൊന്നും തൊടാതിരിക്കുക. അതായത് വാഹനത്തിനകത്തിരിക്കുമ്പോൾ സുരക്ഷിതർ തന്നെ ആയിരിക്കും, പക്ഷെ വാഹനത്തിനകത്ത് തന്നെ തുടരുക. പിന്നെ ഈ സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ ഒക്കെ തുടങ്ങിയ വാഹനത്തിലുള്ളവരൊക്കെ ഈ ഇടിമിന്നൽ ഉള്ള സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു യാത്രയൊക്കെ ഒഴിവാക്കണം. അതെ, ഈ തുറന്ന വാഹനങ്ങളിലായിരുന്നാലും അത്തരത്തിലുള്ളവരൊക്കെ ഈ സമയത്തൊക്കെ വാഹനത്തിൽ നിന്ന് മാറി ഇതൊന്ന് അവസാനിക്കുന്നവരെ അടുത്തുള്ള ഒരു കെട്ടിടത്തിലോ വീടുകളിലോ ഒക്കെ അഭയം തേടുക. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തുണികളൊക്കെ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തോ ഒന്നും ഈ ഇടിമിന്നലുള്ള സമയത്ത് ഇറങ്ങരുത്. പിന്നെ ഈ കാറ്റ് കാരണം നമുക്കറിയാം, ഭയങ്കരമായ കാറ്റെത്തുമ്പോൾ പല ഫ്ലോട്ടുകളും മറ്റും
കെട്ടിവെച്ചതോ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ തന്നെ ഇതുപോലെ തൂണ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാറ്റിലൊക്കെ അതൊക്കെ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അത് കാരണം അടുത്ത വേറൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കെട്ടിവെക്കണം. പിന്നെ ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കണം. കാരണം ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ടാപ്പിൽ നിന്ന് വെള്ളം ശേഖരിക്കുമ്പോൾ ഈ പൈപ്പിലൂടെ മിന്നൽ മൂലമായ വൈദ്യുതിയൊക്കെ സഞ്ചരിച്ചേക്കാം. അത് കാരണമാണ് നമ്മൾ വെള്ളത്തില് ആ സമയത്ത് ഒരിക്കലും കുളിക്കരുത് എന്ന് പറയുന്നത്. അപ്പോ അത് മാത്രമല്ല, ഈ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാൻ പാടില്ല, കുളിക്കാൻ ഇറങ്ങാൻ പാടില്ല. ഈ കാർമേഘമൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഈ മത്സ്യബന്ധനം, ബോട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ കരയ്ക്ക് എത്രയും വേഗം എത്താൻ ശ്രമിക്കുക. ബോട്ടിന്റെ ഡെക്കിലൊന്നും ഈ സമയത്ത് നിൽക്കാൻ പാടില്ല. ചൂണ്ടയിടുന്നതും ഒഴിവാക്കണം, വല എറിയുന്നതും ഒഴിവാക്കണം. ഈ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഈ സമയത്തൊക്കെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് എത്രയും വേഗം സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അവിടേക്ക് വരണം. ഈ പട്ടമൊക്കെ പറത്തി കുട്ടികൾ കളിക്കും, മുതിർന്നവർ കളിക്കും, അതൊക്കെ ഒഴിവാക്കണം. ഈ ടെറസിലോ ഉയരമുള്ള സ്ഥലങ്ങളിലോ ഒന്നും, വൃക്ഷക്കൊമ്പിലോ ഒന്നും ഈ സ്ഥലങ്ങളിലൊന്നും നിൽക്കാൻ പാടില്ല. ഇതൊക്കെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ മനുഷ്യരുടെ കാര്യം പറയുന്നത് പോലെ തന്നെ നമ്മുടെ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ട്. പശു ആയിക്കോട്ടെ, നായ്ക്കളായിക്കോട്ടെ, അങ്ങനെ പലതും ഉണ്ട്. ഇവയൊന്നും തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടാൻ പാടില്ല. അവയ്ക്കും സുരക്ഷിതത്വം വേണം. അപ്പൊ അവരെയൊക്കെ അഴിച്ചുകൊണ്ട് സുരക്ഷിതമായി മാറ്റി കെട്ടണം. പക്ഷെ ഈ ഒരു സംഭവം ചെയ്യുമ്പോഴും മഴമേഘം കണ്ടു തുടങ്ങുന്ന സമയത്ത് പോയി ചെയ്യരുത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മഴ വരുന്നു എന്ന് കാണുമ്പോൾ ഉടനെ പുറത്തേക്ക് ഓടുക അത് ആചാരമാണ് നമുക്ക്. അതെ, ഇപ്പൊ ഒന്ന് മേഘം ഒന്ന് ഇരുട്ടി വരികയാണെങ്കിൽ അപ്പൊ തന്നെ തുണി പുറത്ത് കിടപ്പുണ്ട്, അതെടുക്കണം ഇതെടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴേ തന്നെ ഓടുകയാണ്. ഇത് തന്നെയാണ് എല്ലാ മലയാളികളും ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഇടിമിന്നൽ ഏൽക്കാനുള്ള ഒരു കാരണമായിട്ട് മാറും. അപ്പോ അടുത്ത കെട്ടിടത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ ഈ പാതകളൊക്കെ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്ത് പോലെ ഉരുണ്ടിരിക്കണം എന്നാണ് അധികൃതരൊക്കെ പറയുന്നത്. അത് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതുവരെ ഞാൻ ആരും ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഈ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പൊ അവര് അറിവുള്ളവരാണല്ലോ, അവർ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ ഒരു പരിധിവരെ ഇവർ നൽകുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവനും സ്വത്തിനും ഹാനികരമല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇടിമിന്നൽ നിന്ന് സുരക്ഷിതമാകാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കണം. അത് വളരെ നല്ലൊരു കാര്യമാണത്. പിന്നെ വൈദ്യുതോപകരണങ്ങളെ സുരക്ഷിതമാക്കാനായിട്ട് സർജ് പ്രൊട്ടക്ടർ ഒക്കെ ഘടിപ്പിക്കാം. അതൊക്കെ വളരെ നല്ലൊരു കാരണമാണ്. പിന്നെ ഇതിനിടയ്ക്ക് തന്നെ മഴ ശക്തമാകാൻ വേണ്ടിയിട്ട് ഈ ന്യൂനമർദ്ദമൊക്കെ വലിയൊരു കാരണമായി മാറാറുണ്ട്. അപ്പോൾ അതെങ്ങനെ, അതിനെ കുറിച്ച് ശരിക്കും നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രകൃതം എന്ന് വെച്ചാൽ കേരളത്തിന്റെ മഴക്കാലം 3-4 ദിവസം മഴ തുടർന്നാലും ഒരു ഇടവേളയായിട്ട് വെയിൽ കടന്നു വരും. അങ്ങനെയാണ് നമ്മുടെ ഒരു കാലാവസ്ഥ ആയിരിക്കുന്നത്. ഈ വെയിൽ ദിനങ്ങളും ചിലപ്പോ തണുപ്പ് വലിയ രീതിയിൽ അരിച്ചു കയറും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമുക്ക് കേരളത്തിന് പ്രധാനമായിട്ട് 2 മഴക്കാലമാണ് ഉള്ളത്. ഒന്ന് ജൂണിൽ തുടങ്ങുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം. ഇതിനെ ഇടവപ്പാതി എന്നും പറയാറുണ്ട്. മലയാളം കലണ്ടറിലെ ഇടവ മാസത്തിന്റെ പകുതിയോടെയാണ് ഈ മഴ ശക്തിപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇടവപ്പാതി എന്നും പറയുന്നത്. ഒക്ടോബർ പകുതിയോടെ വടക്ക് കിഴക്കൻ മൺസൂണിന്റെ കാലമായി തുലാവർഷം വരും. ഇതിനെ തുലാവർഷം എന്ന് വിളിക്കാവുന്നതാണ്. മലയാളം കലണ്ടർ അനുസരിച്ച് തുലാമാസത്തിലാകും ഈ മഴക്കാലം. ഇടവപ്പാതിയിൽ അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് അത് മഴ കൊണ്ടുവരുന്നത്. ഈ ഒരു അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് കൊണ്ടുവരുന്നതെങ്കിൽ തുലാവർഷത്തിൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് തമിഴ്നാട് കടന്നു വരുന്ന കാറ്റാണ് മഴ എത്തിക്കുന്നത്. പൊതുവെ തുലാവർഷം തെക്കൻ ജില്ലകളിൽ കൂടുതൽ ശക്തമാകും. മണ്ണും പ്രകൃതിയും ഒരു പുതുജീവനൊക്കെ നേടുന്ന ഒരു കാലമാണ്. പിന്നെ മലയാളികൾക്ക് ഈ തുലാമാസത്തില് മലയാളി ഉന്മേഷവും ആരോഗ്യമൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ആയുർവേദ ചികിത്സ ഇടവപ്പാതി കാലമൊക്കെ ആവുമ്പോഴാണ് ആയുർവേദ ചികിത്സകളൊക്കെ തിരുമല, ഉഴിച്ചില്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ശരിക്കും ഈ കള്ളക്കടൽ എന്ന് പറയുന്നത് സമുദ്രത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന ഒരു വേലിയേറ്റമാണ്. ശരിക്കും സുനാമിയോളം വലിപ്പം ഉണ്ടെങ്കിൽ പോലും, പക്ഷെ സുനാമി അല്ല, അത് സുനാമിക്ക് സമാനമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്രതീക്ഷിതമായിട്ട് വരുന്നത് കൊണ്ടാണ് ഇതിനെ ശരിക്കും ഒരു കള്ളക്കടൽ എന്ന ഒരു പേര് പറയുന്നത്. സാധാരണ വേലിയേറ്റത്തിന് കാരണമാകുന്ന പ്രതിഭാസങ്ങൾ അല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ്. അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് ശരിക്കും കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത്. ശരിക്കും അപകടകാരിയാണ്. പ്രത്യേകിച്ച് ഈ കടൽ തീരത്തൊക്കെ താമസിക്കുന്നവർക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം. അവിടെ വലിയ രീതിയിൽ കടൽ ആക്രമിക്കും, അവർക്ക് വീട് നഷ്ടമാകുന്ന സാഹചര്യങ്ങളൊക്കെ കേരളത്തിൽ തന്നെ എത്രയോ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവിചാരിതമായോ അപ്രതീക്ഷിതമായോ ഉണ്ടാകുന്ന ഈ തിരമാലകൾ സാധാരണ വേലിയേറ്റത്തെക്കാൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്.
സുനാമിയുമായി ഏറെ സാമ്യം ഉണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിൽ എന്നാണ് പറയപ്പെടുന്നത്. സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാവുന്നത്. സുനാമിയുടെ സമയത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെ സമുദ്രം ഉള്ളിലേക്ക് വലിഞ്ഞ ശേഷം പിന്നീട് തീരത്തേക്ക് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാലോ, ഇത്തരത്തിൽ മഴയുണ്ട്, അതുപോലെ തണുപ്പുണ്ട്. ഇപ്പോ ഈ ഒരു നമ്മളിപ്പോ കടന്നു നോക്കുന്ന ഒരു കാലാവസ്ഥ എന്ന് വെച്ചാൽ മഴയും ചൂടും കൂടിയുള്ള ഒരു കാലാവസ്ഥയിലൂടെയാണ്. മഴ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പോലും സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വലിയ കുറവൊന്നുമില്ല അല്ലെ? നമുക്ക് പകൽ സമയങ്ങളിലൊക്കെ ഇപ്പൊ ചൂട് വർദ്ധിച്ചു വരികയാണ്. അത് ഏകദേശം ഒരു 7 മണിയാവുമ്പോ തന്നെ ആ ഒരു ചൂട് ഇപ്പൊ ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു ഹ്യൂമിഡിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു ചൂടൊക്കെ കൂടുമ്പോൾ തന്നെ നമുക്ക് പല മുന്നറിയിപ്പുകൾ അവർ തരാറുണ്ട്. അതായത് സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം, അങ്ങനെ തുടങ്ങി പല ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വഴിവെക്കുന്ന കാരണങ്ങളൊക്കെ അതുകൊണ്ട് ഉണ്ടാകും. പൊതുജനങ്ങൾക്ക് പല നിർദ്ദേശങ്ങളും അവർ നൽകാറുണ്ട്. അതായത് 11 മണി തൊട്ട് ഒരു 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ തുടർച്ചയായി ഈ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പരമാവധി ശുദ്ധജലമൊക്കെ കുടിക്കണം. അത് ദാഹം ഇല്ലെങ്കിൽ പോലും നമ്മൾ വെള്ളം തീർച്ചയായിട്ടും കുടിക്കണം. പിന്നെ ഈ നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ മദ്യവും കാപ്പി, ചായ, ഈ ശീതളപാനീയങ്ങൾ, അതായത് കാർബണേറ്റഡ് അടങ്ങിയ ശീതളപാനീയങ്ങളൊക്കെ കുടിക്കുന്നത്. അപ്പം ഈ പകൽ സമയത്ത് ഇതൊക്കെ ഒഴിവാക്കണം. പിന്നെ ഈ അയഞ്ഞ നിറത്തിലുള്ള ഇളം പിങ്ക് നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിങ്ക് എന്നല്ല ഉദ്ദേശിച്ചത്, അതായത് ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ധരിക്കുക. പിന്നെ പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകളൊക്കെ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. പിന്നെ കുടയോ തൊപ്പിയോ ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഈ ORS ലായനി, അത് വയറിളക്കത്തിന് മാത്രമല്ല, ORS ലായനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേനൽ സമയത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഈ സംഭാരം കുടിക്കുക, പഴങ്ങളും പച്ചക്കറികളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക, ഇതൊക്കെ വളരെ നല്ല കാര്യമാണ് ശരീരത്തിന്. പിന്നെ എന്താ ഈ തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ കൂടുതലായിരിക്കും. കാരണം ചൂട് കൂടുമ്പോഴേക്കും ഈ ചെടികളിലൊക്കെ തീ പിടിക്കുന്നതും മറ്റുമൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇടവരുത്തും. അപ്പൊ അത്തരത്തിൽ കാട്ടുതീയൊക്കെ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. ഈ വനമേഖലയോടൊക്കെ ചേർന്ന് താമസിക്കുന്നവരൊക്കെ പ്രത്യേകം ജാഗ്രത അതിൽ പാലിക്കണം. പിന്നെ വനവകുപ്പിന്റെ നിർദ്ദേശങ്ങളൊക്കെ കർശനമായിട്ട് പാലിക്കണം. പിന്നെ ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഈ ക്യാമ്പൊക്കെ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതുണ്ട്. ക്ലാസ് മുറികളിലൊക്കെ വായു സഞ്ചാരമൊക്കെ ഉറപ്പാക്കണം. ഇപ്പൊ വേനൽക്കാലം അത് കുഴപ്പമില്ല, ക്ഷമിക്കണം, അവധിക്കാലം ആയതുകൊണ്ട് കുഴപ്പമില്ല. സ്കൂൾ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ കുട്ടികൾക്ക് അതെ, എന്തായാലും വെക്കേഷൻ ക്ലാസ് ഒക്കെ പലതും ആരംഭിക്കാനൊക്കെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് തീർച്ചയായിട്ടും വെള്ളമൊക്കെ, കുഞ്ഞുങ്ങൾക്ക് ശുദ്ധമായ വെള്ളമൊക്കെ ഉറപ്പാക്കണം. വായുസഞ്ചാരം ഉറപ്പാക്കണം. കുട്ടികൾക്ക് നേരിട്ട് ചൂടൊന്നും ഏൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അംഗനവാടി കുട്ടികൾക്കൊക്കെ ചൂട് ഏൽക്കാത്ത തരത്തിലുള്ള സംവിധാനമൊക്കെ നടപ്പിലാക്കണം. അതായത് പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവനക്കാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ കിടപ്പ് രോഗികൾ, പ്രായമായവർ, ഗർഭിണികളൊക്കെ ഉണ്ട്, ഭിന്നശേഷിക്കാരൊക്കെ ഉണ്ട്. അപ്പൊ പല രോഗങ്ങളും കൊണ്ട് അവശത അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഈ 11 മണി മുതൽ 3 മണി വരെ ഈ ചൂടൊന്നും ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധയൊക്കെ വേണം. ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഫുഡ് ഡെലിവറി ഒക്കെ നടത്തുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ കൊടുത്ത് അധികൃതർ അത്തരത്തിലൊരു കെയറിംഗ് ഒക്കെ നടത്തണം. അപ്പോൾ വിശ്രമിക്കേണ്ട സമയത്ത് തീർച്ചയായും വിശ്രമിക്കുക. വെയിലേൽക്കാതെ നോക്കുക. ഇടിമിന്നുള്ള സമയത്ത് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. മഴയുള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും കഴിവതും സുരക്ഷിതമായ ഒരു ഇടങ്ങളിലേക്ക് തന്നെ മാറുക. മഴക്കാല രോഗങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പരിസരമൊക്കെ ശുദ്ധമായിട്ടൊക്കെ സൂക്ഷിക്കുക. അങ്ങനെ എല്ലാ മുൻകരുതലുകളും എടുക്കുക.